വെൽക്കം ടു ടെസ്റ്റിംഗ് ബഡി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വി മോഡലാണ്. വി മോഡൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദി SDLC മോഡലാണ്. ഇതിൽ ഓരോ ഫേസിനും പാരലൽ ആയിട്ട് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് വാട്ടർഫോൾ മോഡലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇതിനെ നമ്മൾ വാലിഡേഷൻ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ മോഡൽ എന്ന് പറയും, അല്ലെങ്കിൽ വി മോഡൽ എന്ന് പറയും. ഇതിന്റെ എൻറ്റയർ ഫിഗർ കാണുന്നത് ഒരു വി ഷേപ്പിലാണ്. അതുകൊണ്ടാണ് ഇതിന് വി മോഡൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സൈഡ് വെരിഫിക്കേഷനും ഒരു സൈഡ് വാലിഡേഷനുമാണ് നടക്കുന്നത്. ഇതിൽ ഓരോ ഫേസിലും എന്താണ് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതായത് ഇതിന്റെ റിക്വയർമെന്റ് ഫേസിൽ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഡിസൈൻ ഫേസിൽ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഡെവലപ്മെന്റ് ഫേസിൽ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഫേസിലും ടെസ്റ്റിംഗ് ഇതിന് നടക്കുന്നുണ്ട്. വാട്ടർഫോൾ മോഡലിലാണെങ്കിൽ മൊത്തത്തിൽ ഒരു ഫേസിൽ മാത്രമേ ടെസ്റ്റിംഗ് നടക്കുന്നുള്ളൂ. അതേസമയം സ്പൈറൽ മോഡലിലാണെങ്കിൽ ഈ ഒരു സൈക്കിളിൽ ഓരോ ടെസ്റ്റിംഗ് വെച്ച് നടക്കുന്നുണ്ട്. ഓരോ സൈക്കിളിലും ഓരോ ടെസ്റ്റിംഗ് വെച്ച് നടക്കുന്നുണ്ട്. അതേസമയം വി മോഡലിൽ ഓരോ ഫേസിലും ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർമെന്റ് അനാലിസിസ് ആണ്. റിക്വയർമെന്റ് അനാലിസിസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിൽ നിന്നും റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യുന്നു. അപ്പം ഈ ആരാണ് ഈ കസ്റ്റമേഴ്സിൽ നിന്നും റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യുന്നത്? ബിസിനസ് യൂണിറ്റ് ആണ് കസ്റ്റമേഴ്സിൽ നിന്നും റിക്വയർമെന്റ് ഗ്യാദർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കസ്റ്റമേഴ്സിൽ നിന്നും ബിസിനസ് യൂണിറ്റ് റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്തിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നു. അതിനെയാണ് ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റ് കസ്റ്റമേഴ്സിനും ബിസിനസ് യൂണിറ്റിനും വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് മാനേജേഴ്സ് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നു. അതിനെയാണ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് ഡോക്യുമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് ഡിസൈനേഴ്സ് കുറച്ച് ഡിസൈൻസ് ഉണ്ടാക്കുന്നു, മോഡ്യൂൾസ് ഉണ്ടാക്കുന്നു. അതിനെയാണ് ഹൈ ലെവൽ മോഡ്യൂൾസും ലോ ലെവൽ ഡിസൈൻ മോഡ്യൂൾസും പറയുന്നത്. അപ്പം ഈ ഹൈ ലെവൽ മോഡ്യൂൾസിനകത്തിൽ മെയിൻ മോഡ്യൂൾസ് ഓഫ് ആപ്ലിക്കേഷൻസും ലോ ലെവൽ മോഡ്യൂൾസിനകത്തിൽ ലോ ലെവൽസ് ഓഫ് അല്ലെങ്കിൽ സബ് മോഡ്യൂൾസ് അല്ലെങ്കിൽ സ്മോൾ മോഡ്യൂൾസ് ആയിരിക്കും ഉള്ളത്. അപ്പം എന്താണ് മോഡ്യൂൾ എന്ന് പറയുന്നത്? മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണാലിറ്റി ഓഫ് ആപ്ലിക്കേഷനെയാണ് നമ്മൾ മോഡ്യൂൾ എന്ന് പറയുന്നത്. ഓരോ സോഫ്റ്റ്വെയറും മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മോഡ്യൂൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ജിമെയിലിൽ നമ്മുടെ ലോഗിൻ ഒരു മോഡ്യൂളാണ്, കമ്പോസ് മെയിൽ ഒരു മോഡ്യൂളാണ്, റിസീവ് മെയിൽ, സെൻഡ് മെയിൽ, ഇതെല്ലാം ഓരോ മോഡ്യൂൾസ് ആണ്. ഓക്കെ, അപ്പം മെയിൻ മോഡ്യൂളിനെ സബ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ലോ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. കോഡിംഗ് SRS ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ കോഡിംഗ് നടത്തുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് ആണ് ഈ കോഡിംഗ് നടത്തുന്നത്. അപ്പൊ നമ്മൾ SRS ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യും. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഓരോ മെമ്പേഴ്സും ആ ടെസ്റ്റ് ചെയ്ത അതായത് പ്രിപ്പയർ ചെയ്ത ഡോക്യുമെന്റ് റിവ്യൂ ചെയ്യും. എങ്ങനെ റിവ്യൂ ചെയ്യും? അതായത് ഇത് കറക്റ്റ് ആണോ, കംപ്ലീറ്റ് ആണോ, ഈ ഡോക്യുമെന്റ് എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ടോ, എല്ലാ റിക്വയർമെന്റ്സും മെൻഷൻ ചെയ്യുന്നുണ്ടോ, എല്ലാ റിക്വയർമെന്റ്സും മെൻഷൻ ചെയ്തത് കംപ്ലീറ്റ് ആണോ. അപ്പോൾ കറക്റ്റ്നെസ്സും കംപ്ലീറ്റ്നെസ്സും നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം SRS ഡോക്യുമെന്റ്, HLD ഡോക്യുമെന്റ്, LLD ഡോക്യുമെന്റ് എല്ലാം നമ്മൾ റിവ്യൂ, വാക്ക് ത്രൂ, ഇൻസ്പെക്ഷൻ വഴി ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു സൈഡിൽ നമുക്ക് നടക്കുന്നത് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ടെക്നിക്സ് ആണ്. ഓക്കെ, അപ്പോൾ റിവ്യൂ, വാക്ക് ത്രൂ, ഇൻസ്പെക്ഷൻ വഴിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുന്നു, കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുന്നു. വാക്ക് ത്രൂ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ചെക്കിങ്ങിനെയാണ് നമ്മൾ വാക്ക് ത്രൂ എന്ന് പറയുന്നത്. ഫോർമൽ ആയിട്ടുള്ള ചെക്കിങ്ങിനെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇനിയും ഇതിന് ശേഷം നമുക്ക് എന്താണ് നടക്കുന്നത്? ടെസ്റ്റിംഗ് ഫേസിലേക്ക് പോവാം. ടെസ്റ്റിംഗ് ഫേസിൽ എന്ന് പറഞ്ഞാൽ കോഡിങ്ങിന്റെ സമയത്ത് എന്താണ് നമ്മൾ ചെറിയ ചെറിയ മോഡ്യൂൾസ് ഉണ്ടാക്കും. അപ്പൊ ഓരോ സിംഗിൾ യൂണിറ്റിനെയും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം അതായത് ഒരു സിംഗിൾ യൂണിറ്റിനെ അതിന്റെ ബഗ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം യൂണിറ്റ് ടെസ്റ്റിംഗിൽ ഓരോ സിംഗിൾ മോഡ്യൂൾ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ആരാണ് ചെയ്യുന്നത്? ഡെവലപ്പേഴ്സ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ സിംഗിൾ മോഡ്യൂൾസിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. അതിന്റെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ശരിയാണോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് ആണ്. അപ്പം ഈ രണ്ട് ടെസ്റ്റിംഗ് നടത്താനും നമുക്ക് ഇന്റർണൽ ലോജിക് ഓഫ് ദ സോഫ്റ്റ്വെയർ നമുക്ക് അറിയണം. എങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ് എന്ന് പറയും.
ഇനി ഇത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്താണ്, നമ്മുടെ എൻ്റെ സോഫ്റ്റ്വെയർ റെഡിയായി. ഈ സോഫ്റ്റ്വെയർ റെഡി ആയിട്ട് സോഫ്റ്റ്വെയറിനെ നമ്മൾ ആർക്ക് കൊടുക്കും? ടെസ്റ്റിംഗ് ടീമിന് കൊടുക്കും. അപ്പം ഈ ടെസ്റ്റിംഗ് ടീം നടത്തുന്ന ടെസ്റ്റിംഗ് ആണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്തിൽ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ കസ്റ്റമർ റിക്വയർമെന്റ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, എൻ്റയർ ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്റേണൽ ലോജിക്കിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഈ ടെസ്റ്റിംഗ് വരുന്നത് എന്തിന്റെ അടിയിലാണ്? ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിന്റെ അടിയിലാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ ആക്ച്വൽ സോഫ്റ്റ്വെയറിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഡൈനാമിക് ടെസ്റ്റിംഗ് എന്ന് പറയും. ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്താണ്, ഒരു ഡോക്യുമെന്റ്സ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ വേരിഫിക്കേഷൻ എന്ന് പറയും. അപ്പം ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങും ഈ സൈഡിൽ നമ്മൾ ഡൈനാമിക് ടെസ്റ്റിങ്ങുമാണ് നടത്തുന്നത്. ഇനി ഞാൻ ഇതിന്റെ ഒരു ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേരിഫിക്കേഷനും വാലിഡേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ചെക്കിംഗ് ഡോക്യുമെന്റ്സ്, ഡിസൈൻസ്, കോഡ്സ് ആൻഡ് പ്രോഗ്രാംസ് ആണ്. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ആണ്. ഇതിനകത്തിൽ എക്സിക്യൂഷൻ ഓഫ് കോഡ് ഒന്നും നടക്കുന്നില്ല. ഇതിന് ഏതൊക്കെ മെത്തേഡ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂസ്, വാക്ക് ത്രൂ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് എറേഴ്സിനെ പ്രിവെന്റ് ആണ് ചെയ്യുന്നത്. അതേസമയം വാലിഡേഷനകത്തിൽ ടെസ്റ്റിങ്, വാലിഡേറ്റിംഗ് ആക്ച്വൽ പ്രൊഡക്റ്റിനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഡൈനാമിക് ടെസ്റ്റിംഗ് ആണ്. കോഡ് എക്സിക്യൂഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ്. വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറേഴ്സിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഈ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഓൺലൈനായിട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ് വിത്ത് സർട്ടിഫിക്കേഷൻ ആൻഡ് ഇന്റേൺഷിപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. വീണ്ടും കാണുന്നവരെ